ഞാൻ ഡോക്ടർ MP മണി. കുറേ കൊല്ലങ്ങൾക്ക് മുൻപ് വരെ കേരളത്തിൽ ഈ രോഗികളുടെ എണ്ണം തീരെ കുറവായിരുന്നു. രോഗങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ തന്നെ അത് ഛർദി, വയറിളക്കം, പനി, ജലദോഷം, മഞ്ഞപ്പിത്തം, അപൂർവമായി ന്യൂമോണിയ, ടൈഫോയിഡ് ഇങ്ങനെയുള്ള രോഗങ്ങളൊക്കെ ആയിരുന്നു. അത് ഈ സാധാരണ രോഗങ്ങളൊക്കെ വീട്ടിൽ അടുക്കളയിലെ ചികിത്സ കൊണ്ട് തന്നെ മാറുമായിരുന്നു. ചുക്കുകാപ്പി അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. മുൻപ് അതൊക്കെയായിരുന്നു. അയമോദ കഷായം ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ കാലം മുന്നോട്ട് പോകുന്തോറും ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ മുന്നേറിയപ്പോഴും ആ സമയങ്ങളിലൊക്കെ ഇവിടെ രോഗികളുടെ എണ്ണം കൂടുകയായിരുന്നു. രോഗികളുടെ എണ്ണം കൂടുക, രോഗങ്ങൾ കൂടുക. അപ്പോൾ അവിടെ സംഭവിച്ചൊരു പ്രത്യേകത, പഴയ രോഗങ്ങൾ പോയില്ല എന്ന് മാത്രമല്ല, പുതിയ ഒരുപാട് രോഗങ്ങൾ രംഗപ്രവേശം ചെയ്തു. ആ പകർച്ചപ്പനികളൊക്കെ അതിൻ്റെ ഭാഗമാണ്. പകർച്ചപ്പനികളുടെ മുമ്പിൽ പലപ്പോഴും വൈദ്യശാസ്ത്രത്തിന് അന്ധാളിച്ച് നിൽക്കേണ്ടി വന്നിട്ടുണ്ട്, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ. ഇപ്പോൾ ഈ പഴയ രോഗങ്ങൾ പോയില്ല, പുതിയ രോഗങ്ങൾ ഒരുപാട് വന്നു. ഓരോ വ്യക്തികളിൽ തന്നെ 3-4 രോഗങ്ങളാണ് ഇപ്പോഴത്തെ സ്ഥിതി. അതാ. അപ്പോൾ തമാശയ്ക്ക് ചില ഡോക്ടർമാർ പറയാറുണ്ട്, ഇപ്പോഴത്തെ ജനറൽ മെഡിസിൻ കൈകാര്യം ചെയ്യുന്ന ഡോക്ടർമാർക്ക് ട്രാഫിക് പോലീസിൻ്റെ റോളാണ് എന്ന്. കാരണം അങ്ങോട്ട് തിരിച്ചുവിടുക, അങ്ങോട്ട് വാഹനങ്ങൾ തിരിച്ചുവിടുന്നതാണല്ലോ. അതുപോലെ ഈ രോഗി ഇന്ന രോഗത്തിന് ഇന്ന സ്പെഷ്യലിസ്റ്റിനെ കാണുക, മറ്റേ രോഗത്തിന് വേറെ സ്പെഷ്യലിസ്റ്റിനെ കാണുക, അങ്ങനെ ഒരു അവസ്ഥയിലാണിപ്പം. ഒരാൾക്ക് പ്രമേഹമുണ്ട്, രക്തസമ്മർദ്ദമുണ്ട്, കൊളസ്ട്രോളുണ്ട്, സന്ധിവാത രോഗങ്ങളുണ്ട്, ഇങ്ങനെ പല രോഗങ്ങളാണ് ഓരോ വ്യക്തികൾക്കും. ഇതൊരു വലിയ പ്രതിഭാസമാണ്. ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ വൈദ്യശാസ്ത്ര രംഗത്തും ഒരുപാട് മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ, പുതിയ അറിവുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ, രോഗങ്ങളും രോഗികളാകുന്നവരുടെ എണ്ണം ഭയാനകമായ വിധത്തിൽ, ആശങ്കാജനകമായ വിധത്തിലാണ് ഇവിടെ കൂടിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ വൈദ്യശാസ്ത്ര രംഗത്ത് ഈ പുതിയ അറിവുകളിലേക്ക് പോകുന്നില്ല. അതാണ് ഇതിൻ്റെ യഥാർത്ഥ കാരണം ജീവിതശൈലി രോഗങ്ങളാണ് ഇപ്പോൾ പ്രധാനമായിട്ട് 2-3 കാര്യങ്ങളുള്ളൂ. ഒന്ന് ജീവിതശൈലി, 2 വ്യായാമം ചെയ്യാത്ത ആ ഒരു ജീവിത രീതിയുണ്ട്, അത്. പിന്നെ ഒരു ക്രമീകരണവും ഇല്ലാത്ത ആഹാരശീലം, അത് വേറൊന്ന്. ഇതിനേക്കാളൊക്കെ ഉപരി 2 കാര്യങ്ങൾ പ്രധാനമായിട്ടുള്ള, ഒന്ന് അണുബാധയും, 2 മാനസിക സംഘർഷവുമാണ്. മാനസിക പിരിമുറുക്കം ഈ ഒരുപാട് രോഗങ്ങൾക്ക് കാരണമാകും എന്നല്ല, മാത്രമല്ല ഈ കഴിക്കുന്ന മരുന്നുകൾ ഫലപ്രദമാകാതിരിക്കാനും അതിൻ്റെ ഭാഗമായി സങ്കീർണതകൾ ഉണ്ടാകാനും കാരണമാകും. അപ്പം നമ്മളിവിടെ രോഗി ഏതോ ആട്ടെ, രോഗമേതോ ആട്ടെ, രോഗിയോട് ആദ്യമേ പറയേണ്ടത് ഇത് സാരമില്ല, ഇത് മാറിക്കോളും, ഇത് സിമ്പിളാണ് എന്നൊരു വാക്കാണ് പറയേണ്ടത്. കാരണം രോഗിയുടെ ഉത്കണ്ഠ ഒരു പരിധിവരെ കുറയാൻ അത് സഹായിക്കും, മാത്രമല്ല രോഗം കുറയാനും അത് സഹായിക്കും. ഞാൻ എന്നെ കാണാൻ വരുന്ന പല രോഗികളിലും എടുക്കാനുള്ളൊരു സമീപനം, ആദ്യത്തെ വരവിൽ അവർക്ക് കഴിക്കാൻ മരുന്നൊന്നും കൊടുക്കില്ല. കാരണം ഈ ജീവിതശൈലിയിലൊരു മാറ്റം, ശീലങ്ങളിൽ, ആഹാരത്തിൽ ക്രമീകരണങ്ങളിൽ നല്ലൊരു ക്രമീകരണം ചെയ്യുക, പിന്നെ മാനസിക സംഘർഷം കൈകാര്യം ചെയ്യാൻ ഒരു മനഃശാസ്ത്ര സമീപനം, ഇത്രയൊക്കെ കൊടുത്തിട്ട് ഈ പുറത്തേക്ക് എന്തെങ്കിലുമൊക്കെ മരുന്ന് കൊടുക്കും. പുറത്ത് കുളിക്കുന്ന വെള്ളത്തിൽ എന്തെങ്കിലും ചേർക്കാനോ, വാ കഴുകാനോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കും. അപ്പോൾ രക്തത്തിൽ പഞ്ചസാരയുടെ നില ഉയർന്നു നിൽക്കുന്നവർ, കൊളസ്ട്രോളിൻ്റെ നില ഉയർന്നു നിൽക്കുന്നവർ, ഇവരോടൊക്കെ പറയുമ്പോൾ അടുത്ത വരവിന് കൊളസ്ട്രോളും പഞ്ചസാരയുടെ നിലയൊക്കെ നോക്കി വന്നേക്കണം. ബഹുഭൂരിപക്ഷം പേരിലും ഈ മരുന്നുകൾ കഴിക്കാതെ തന്നെ ഇതിൽ മാറ്റം വന്ന് കാണും, ഇതിൽ കുറവ് വന്ന് കാണും ഉയർന്ന നിലയിൽ. അപ്പോഴാണ് അവർക്ക് ആ തിരിച്ചറിവ് ഉണ്ടാകുന്നത്. അതേസമയത്ത് ആദ്യത്തെ വരവിനൊരു ഇതിനൊക്കെ മരുന്ന് കൊടുക്കുമായിരുന്നെങ്കിൽ ഈ മരുന്ന് കഴിച്ചിട്ടാണ് അത് കുറഞ്ഞ് എന്നവർക്കൊരു ധാരണ ഉണ്ടാകും. അത് പ്രശ്നമാണ്. കാരണം ഈ ആസ്തമ രോഗത്തിൻ്റെ പുതിയ സിദ്ധാന്തത്തിൻ്റെ പഠനകാലത്ത് അവർ ഒരുപാട് അനുഭവിച്ച കാരണം, ഈ മനഃശാസ്ത്ര സമീപനമാണ് പ്രധാനമായിട്ട് കൊടുക്കുന്നത്. എന്തായാലും കുറച്ച് മരുന്ന് കൂടെ കൊടുക്കുമായിരുന്നു അന്ന്. ഈ രണ്ടാമത്തെ വരവിന് രോഗികൾ പറയും ഒരുപാട് നല്ല സുഖം, ഒരുപാട് മാറ്റം ഉണ്ടെന്ന് പറയും. മൂന്നാമത്തെ വരവിന് ഈ ഭാഷ മാറ്റും, അവർ പറയും അല്ല, ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെ പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ നമ്മൾ ഈ മരുന്നുകളെ കേന്ദ്രീകരിച്ച് മാത്രമാണ് ചികിത്സ എന്നുള്ളത് ഇവിടെ ഒരു പ്രശ്നമാണിപ്പോൾ. രോഗത്തിനല്ല ചികിത്സ വേണ്ടത്. രോഗത്തിന് നമ്മൾ അത്ര കാര്യമായിട്ട് പരിഗണിക്കേണ്ട. രോഗമായ ഒരു വ്യക്തിക്കാണ്, അയാളുടെ ശരീരത്തിലെ രസതന്ത്രം, അത് ആ രക്തപരിശോധനയിലൂടെ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. മാനസിക സംഘർഷം,
ഈ മാനസിക സംഘർഷം ഉണ്ടോ ഇല്ലേ എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ കുറേ താമസം വരും. അതുകൊണ്ട് അതറിയാൻ ഒറ്റ ചോദ്യമേ ആവശ്യമുള്ളൂ. ഉറക്കം പിടിക്കുന്ന സമയത്ത് ഞെട്ടൽ അനുഭവപ്പെടാറുണ്ടോ? ഒറ്റ ചോദ്യം. കടുത്ത മാനസിക സംഘർഷം അനുഭവിക്കുന്നവർ എല്ലാവരും, ബഹുഭൂരിപക്ഷം പേരും രാത്രി ഉറക്കം പിടിക്കുന്ന സമയത്ത് ഒരു ഞെട്ടലുണ്ടാവും. ചിലർ പറയും നല്ല ഉയരത്തിൽ നിന്ന് കൊണ്ട് വീഴുന്ന പോലെ, പെട്ടെന്ന് വീഴുന്ന പോലെ തോന്നുന്നു. അപ്പോൾ ഇത് എന്താണെന്ന് നമുക്കറിയില്ല. അതുപോലെ ഒരുപാട് പേര് പറയും പാമ്പിനെ ഒരുപാട് സ്വപ്നം കാണുന്നു. ചിലർ ആന വന്ന് ഓടിക്കുന്നതായിട്ട് സ്വപ്നം കാണുന്നു. ഈ നിത്യജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ജീവികൾ പാമ്പും ആനയാണ്. അതുകൊണ്ട് ഉറക്കത്തിൽ ഈ മനസ്സിൽ ഉത്കണ്ഠയും ഭയവും കൂടുതൽ സൂക്ഷിക്കുന്ന വ്യക്തികൾ ഇത്തരം സ്വപ്നങ്ങൾ കാണും. അപ്പോൾ ഈയിടെ എൻ്റെ അടുത്ത് വന്നൊരു സ്ത്രീ പറഞ്ഞത് ഇത് ഇടയ്ക്കിടയ്ക്ക് സർപ്പക്കാവിൽ വഴിപാട് കൊടുക്കാൻ പോകാറുണ്ടെന്നാണ്. കാരണം പാമ്പാണല്ലോ വരുന്നത്. അപ്പോൾ ജനങ്ങൾ ശാസ്ത്രത്തിനൊക്കെ പുരോഗമിച്ചാലും അന്ധവിശ്വാസം നമ്മുടെ ഇത് പോയിട്ടില്ല. അത് കൂടുതൽ കൂടുതൽ അരക്കിട്ട് ഉറപ്പിച്ചുകൊണ്ടിരിക്കുക അവിടെ മനുഷ്യ മനസ്സുകളിൽ. ചികിത്സ എന്ന് പറയുന്നത് ഈ 3-4 രോഗങ്ങളുണ്ടെങ്കിൽ പോലും അതിനെ ഈ രോഗിയായി വരുന്ന മനുഷ്യനെ സമഗ്രമായൊരു മനുഷ്യനായി കണ്ടിട്ട്, അതാണ് നമ്മുടെ ഹോളിസ്റ്റിക് അപ്രോച്ച്. ഒരു മനുഷ്യനെ കൈ കാല് കണ്ണ് വേറെ കാണാതെ സമഗ്രമായി മനുഷ്യനായി കണ്ട് ചികിത്സിക്കുന്ന അപ്രോച്ചാണ് സീ ദ മാൻ ആസ് എ ഹോൾ പേഴ്സൺ എന്ന് നമ്മൾ പറയുന്നത്. അത്തരത്തിലൊരു സമീപനം എടുക്കുകയാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ വരും. ഞാനിപ്പോൾ ഞാൻ 74 ആയുർവേദ കോളേജിൽ നിന്ന് പാസ്സായത്. ഞാനിപ്പോൾ കഷായം, കുഴമ്പ്, തൈലം, ലേഹ്യം, പരിഷ്കൃത ഇതൊന്നും ആർക്കും കൊടുക്കുന്നില്ല. കാരണം ഇതെല്ലാം കഴിച്ചിട്ട് റിസൾട്ട് ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് കൂടുതൽ പേരും വരുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നൊരു കാര്യം, ഈ വൈദ്യശാസ്ത്ര രംഗത്ത്, ഈ വിവിധ വൈദ്യശാസ്ത്ര രംഗത്ത് ഡോക്ടർമാർ തമ്മിൽ വെല്ലുവിളികളും മത്സരവും എന്തൊക്കെയോ വിളിച്ചു പറയലുമാണ്. ആയുർവേദം ശാസ്ത്രമല്ല, ഒരു വിഭാഗത്ത് ഒരു കുറേ അങ്ങനെ കേൾക്കും. ഈ ശാസ്ത്രമല്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് പറയാൻ ഈ ശാസ്ത്രവാദികൾക്ക് കഴിയാറില്ല. അതാണ് ശാസ്ത്രമല്ല എന്നൊക്കെ പറയും. അത് പരീക്ഷണസിദ്ധമായി തെളിയിക്കപ്പെട്ട അറിവുകളല്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ വാദം, പിത്തം, കഫം, പഞ്ചഭൂതം ഇതൊക്കെ പറയുന്ന അനുമാനങ്ങളാണ്. നമ്മൾ കൂടുതൽ അതിന് തെളിവുകളില്ല. അതുകൊണ്ടത് ശാസ്ത്രമല്ല എന്ന് പറയാനും പാടില്ല. ആയുർവേദക്കാർക്ക് ഇത് തെളിയിക്കാവുന്നതാണ്, അവരതിനും ശ്രമിക്കുന്നില്ല. അതാണ് എൻ്റെ രസം. ഇവിടെ ഈ പുതിയ അറിവുകൾ എന്ന് പറഞ്ഞ് അതിന് ഏറ്റവും വലിയ തെളിവ് എന്താണെന്ന് വെച്ചാൽ, ഈ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ പഠനത്തിലും എല്ലാ മേഖലകളിലും ഈ ഡോക്ടർ, മരുന്ന്, രോഗം, ഈ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടുണ്ടായിരുന്നത്. കുറച്ച് കൊല്ലങ്ങളായിട്ടുള്ള ഒരു മനസ്സ് എന്ന് പറയാൻ തുടങ്ങിയിട്ട്, മാനസിക സംഘർഷം രോഗമുണ്ടാക്കുന്നു എന്ന് പറയാൻ തുടങ്ങിയിട്ട്, ഇപ്പോഴും വ്യക്തമായിട്ട് കൈകാര്യം ചെയ്യുന്നില്ലെങ്കിൽ പോലും പറയുന്നുണ്ട് പലയിടത്തും സൈക്കോസൊമാറ്റിക് ഡിസീസസ്. ആയുർവേദത്തിൻ്റെ തുടക്കം മുതൽ പറയുന്നത് ഈ മാനസിക സംഘർഷത്തെക്കുറിച്ചാണ്. മാനസിക സംഘർഷം രോഗമുണ്ടാകും, മാനസിക സംഘർഷത്തിൽ നിന്നാണ് രോഗമുണ്ടാകുന്നത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അത് ഈ മാനസിക രോഗങ്ങൾ ഉണ്ടാകുന്നിടത്ത് ഈ മനസ്സിൻ്റെ ധൈര്യത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ ഗവേഷണ ഫലങ്ങളിൽ ഈ അടുത്ത കാലത്ത് പ്രസിദ്ധീകരിക്കപ്പെട്ട വേറൊരു കാര്യം, ഈ രോഗി ഡിപ്രഷനാകുമ്പോൾ, രോഗി നിരാശനാകുമ്പോൾ, ശുഭപ്രതീക്ഷകൾ അസ്തമിച്ചു പോകുമ്പോൾ, ഭയം മനസ്സിൽ നിറയുമ്പോൾ ഈ ചില രോഗികൾ അങ്ങനെയാണ് അപകടത്തിലാകുന്നത്, അവർ രോഗം മാറാതെ വരുന്നത്. അവിടെ നെഗറ്റീവ് ഹോർമോണിൻ്റെ നില ഉയരുമെന്നും മരുന്നുകൾ ഫലപ്രദമാകാതിരിക്കുമെന്നും അതുകൊണ്ട് തന്നെ രോഗിയിൽ സങ്കീർണതകൾ ഉണ്ടാകാൻ സാധിക്കുമെന്നൊക്കെ ചില പഠനങ്ങൾ വന്നിട്ടുണ്ട്. ആയുർവേദത്തിൽ ഇത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഈ ശോകാതുരം, ഭീരം, അത്തരം രോഗികൾ ഉപേക്ഷിക്കാനാവില്ല, കാരണം മരുന്ന് ചികിത്സ ഫലപ്രദമാവില്ല. ഇത് രണ്ടും കൂടെ ഒന്ന് കൂട്ടി വായിക്കുക അവിടെ സത്യത്തിൽ ഈ ആയുർവേദ കോളേജ് വിദ്യാഭ്യാസത്തിൽ ചെയ്യേണ്ടത്. ഏറ്റവും പുതിയ അറിവുകളും ആയുർവേദത്തിൽ പറഞ്ഞ അറിവുകൾ തമ്മിലൊരു താരതമ്യ പഠനം നടത്തണം. അത് വളരെ ആവശ്യം. പക്ഷെ ഒന്നും നടക്കുന്നില്ല ഇപ്പം. അതുകൊണ്ടുണ്ടായൊരു ദുരന്തമെന്ന് പറഞ്ഞത്, ഈ കഴിഞ്ഞ മാസം ഒരു യാത്രയിൽ ഒരു സുഹൃത്ത്, ഞങ്ങളുടെ തൊട്ട മുന്നിലിരുന്ന സീറ്റിലുണ്ടായിരുന്നത് ഒരു പെൺകുട്ടി, ആയുർവേദ ഡോക്ടറായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭർത്താവും കുഞ്ഞും കൂടെയുണ്ട്. അധികം പ്രായമൊന്നുമില്ല. എൻ്റെ ഇഷ്ടത്തിനല്ല ആയുർവേദം പഠിക്കാൻ പോയത്, വീട്ടുകാരുടെ നിർബന്ധം കൊണ്ടാണ് പോയതെന്നാണ് ആ കുട്ടി പറഞ്ഞത്, അല്ലെങ്കിൽ ഡോക്ടർ പറഞ്ഞത്. എനിക്ക് വലിയ വിഷമം തോന്നിയത്.
ഒരു പ്രയോജനം ഉണ്ടായില്ല ഇത് പഠിച്ചിട്ട് എന്നാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ ഈ 2 ആഴ്ച മുമ്പുള്ളൊരു യാത്രയിൽ ഞങ്ങളുടെ മുന്നിലുള്ള സീറ്റിൽ ഇതുപോലെ വേറൊരു പെൺകുട്ടി, ആയുർവേദ ഡോക്ടറാണ്. കുട്ടിയുടെ അച്ഛനും അമ്മയും കുട്ടിയുടെ കുഞ്ഞും ഉണ്ടായിരുന്നു. അവരും പറഞ്ഞു വെറുതെ ഇരിക്കുക, വലിയ പ്രയോജനമൊന്നുമില്ല ഇത് പഠിച്ചിട്ട്. ഇത് കേൾക്കുമ്പോൾ വളരെ വേദന തോന്നുന്നുണ്ട് എനിക്ക്, ഒരു പഴയ ശാസ്ത്ര സാഹിത്യ പരിഷത്തുകാരൻ എന്നുള്ള നിലയിൽ. മാത്രമല്ല ഈ പുറത്തെ പല ചർച്ചകളിലും ഈ പറഞ്ഞു കേട്ടത് BAMS കഴിഞ്ഞ കുട്ടികൾ വേറെ പല ജോലികൾക്കും പോകാൻ തുടങ്ങിയിട്ടുണ്ടെന്നാണ്. ഇത് സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ഇതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ ഒരേ ഒരു കാരണമേ ഉള്ളൂ: കാലാനുസൃതമായ അറിവ് പുതുക്കുന്നില്ല. അതാണ് ഇതിൻ്റെ പ്രശ്നം. ഇപ്പോഴും ആയുർവേദക്കാരൻ പറയുന്ന സുശ്രുതൻ, ഈ ലോകം മുഴുവൻ മെഡിക്കൽ കോളേജിൽ ഇപ്പോഴും പഠിപ്പിക്കുന്നത് ദ ഫാദർ ഓഫ് സർജറി ഈ സുശ്രുത എന്നാണ്. അപ്പോൾ ആയുർവേദക്കാർ പറയും സുശ്രുതാചാര്യൻ ആയുർവേദക്കാരനായിരുന്നു, ഗംഭീരമായി. അതുപോലെ ഈ ഏതെങ്കിലും പുതിയ രോഗത്തിനെക്കുറിച്ച് പറയുമ്പോൾ ഇത് ആയുർവേദത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. പണ്ട് പോലെ എൻ്റെ ഉപ്പുപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ആ ശൈലിയിലാണ് ഇപ്പോൾ ആയുർവേദക്കാരൻ പോക്ക്. എന്തെങ്കിലും പുതിയ ഭാഷ പറഞ്ഞാൽ വലിയ അപകടമാണ്. കാരണം ഞാനത് ഈ പണ്ട് തൊട്ടേ പറയാറുള്ളതാണ്. അപ്പോൾ എനിക്ക് കിട്ടുന്ന ഉപദേശമുണ്ട്, ഇത് ദൈവതുല്യരായ ഋഷിമാരെ എഴുതി വെച്ച ഇതിൽ വെള്ളം ചേർക്കാൻ പാടില്ല, ഇത് അതുപോലെ അനുസരിക്കണം. ഒരു ശാസ്ത്ര സാഹിത്യ പരിഷത്തുകാരനായിരുന്നു എന്നത് കാരണം എനിക്കതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഞാനത് തുറന്ന് പറയും, എഴുതും. അതിവിടെ പലർക്കും ദഹിക്കുന്നില്ല. അതിൻ്റെ ഫലമായിട്ടാണ് ആസ്മയ്ക്ക് കാരണം അലർജി അല്ല എന്ന എൻ്റെ പുതിയ വൈദ്യശാസ്ത്ര സിദ്ധം, ഞാൻ അവതരിപ്പിച്ച പുതിയ വൈദ്യശാസ്ത്ര സിദ്ധം പട്ടിമറിക്കപ്പെട്ടത്. അപ്പോൾ പുതിയ അറിവുകളിലേക്ക് ഇവർ പോകുന്നില്ല. നമ്മുടെ ആയുർവേദ കോളേജിലെ പഠനങ്ങളിൽ അത് വരുന്നില്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ആയുർവേദത്തിൻ്റെ ഇപ്പോഴത്തെ ഗുരുതരാവസ്ഥ. അപ്പോൾ ഈ ആയുർവേദത്തിന് ശതകോടികൾ ചിലവാക്കുന്നു നമ്മുടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ. എന്തിനാണെന്ന് ചോദിച്ചാൽ ഗവേഷണമാണ്. ഈ ശതകോടികൾ ചിലവാക്കിയിട്ട് ഇത്രയും കാലത്തിനിടയ്ക്ക് ഇവർക്ക് എന്തെങ്കിലും പുതിയ ഒരറിവ് രാഷ്ട്രത്തിനോ ആയുർവേദത്തിനോ കൊടുക്കാൻ കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ എൻ്റെ അറിവിലില്ല. എന്ന സമയത്ത് എൻ്റെ പുതിയ വൈദ്യശാസ്ത്രത്തിൽ അട്ടിമറിച്ചു ഇവരൊക്കെ പാടെ. അതാണ് എൻ്റെ ഒരു വലിയ തമാശ. അപ്പോൾ ആയുർവേദം മുന്നോട്ട് പോകണമെങ്കിൽ ഇത് അറിവ് പുതുക്കണം. വേദം, ഈ ആയുർവേദം എന്ന് പറയുന്നത്, വേദം എന്ന് പറയുന്നത് അറിവ് എന്നാണ് അർത്ഥം. അപ്പോൾ ആയുർവേദം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ആയുസ്സിൻ്റെ വേദമെന്നാണ്. ഇത് ഇങ്ങനെ നമ്മൾ പാടി നടന്നുകൊണ്ടൊന്നും ആയുർവേദം മുന്നോട്ട് പോവില്ല. ഈ കണക്കിന് പോയാൽ ആയുർവേദ കോളേജുകളിൽ കുട്ടികളെ കിട്ടാൻ ബുദ്ധിമുട്ടാവും. ആയുർവേദം പഠിച്ചിറങ്ങിയ കുട്ടികൾക്ക് വരുമാനത്തിന് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് അധികാരികളോട് പറയാനുള്ളത്, ഈ ആയുർവേദ കോളേജിലെ സിലബസ് എത്രയും വേഗം പരിഷ്കരിക്കണം എന്നുള്ളതാണ്.